ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ മരിച്ചിട്ട് കുറേ കാലമായി. അമ്മ വീട്ടു ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. പെങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 8 വർഷമായി കെട്ടിച്ചു വിട്ടിട്ട്. പിന്നെ ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അഭിച്ചേട്ടൻ കല്യാണക്കാരും അങ്ങ് മാറുന്നു. പിന്നെ ഈ 35 വയസ്സൊക്കെ ഒരു വലിയ പ്രായമാണോ മറ്റേ? ഓ, അതൊന്നും ഒരു പ്രായമില്ലാന്നേ. എൻ്റെ കുടുംബത്തിൽ തന്നെ 3-4 പേര് 35 വയസ്സ് കഴിഞ്ഞ കല്യാണം കഴിച്ച്. പിന്നെ അമ്പിയേട്ടൻ കാണാൻ സുന്ദരനോ. നിമ്മി, എന്തോ? ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു ഒറ്റ മുടി പോലും നരച്ചിട്ടില്ല, നോക്കി. ഓ, അല്ലെങ്കിൽ അമ്പിയേട്ടൻ സുന്ദരനാ. നിമ്മി, എത്ര വയസ്സായി? 24. എന്താ ആലോചിക്കുന്നേ? അല്ലെങ്കിലും ഈ ചെറുക്കന്മാർക്ക് ഇച്ചിരി പ്രായക്കൂടുതൽ നല്ലതാ. അതാവുമ്പോൾ കുറച്ച് പക്വതയൊക്കെ ഉണ്ടാവുമല്ലോ. ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിമ്മി, എന്തോ? നമ്മുടെ പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? നമ്മുടെ പേരുകളുടെ അവസാനം വള്ളിയുണ്ട്. നിമ്മി, അബി, അബി, നിമ്മി. ഓ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ 2 വള്ളികളുണ്ട്. ഞാൻ കഴിഞ്ഞു, ഉമ്മ കഴിഞ്ഞു. ഉമ്മ കഴിഞ്ഞോ? ആ, അത് ശരിയാ. 2 വള്ളികൾ ഏറാൻ നേരത്താ ഒരു കൊടും വള്ളി ഉണ്ടാവുന്നത്. ഒന്ന് പോയാലെടുക്ക നീ. ഇവനെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുന്നത്? നാണമില്ലാത്ത ചെറുക്കൻ. പോട്ടെന്നെ, അവർ പിള്ളേരല്ലേ. അഭിയേട്ടൻ്റെ മനസ്സിങ്ങനെ തുറന്നിട്ടേക്കുക, ഒരാൾക്കായി കാത്തിരിക്കുക. നിമ്മി, ആ ഞാൻ പറഞ്ഞത് കേട്ടോ? ആ എന്തോ തുറന്നിട്ടിരിക്കാന്ന് കേട്ടു. മറന്നുപോയതാണെങ്കിൽ അടച്ചിട്ട് വാ. നിമ്മി എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ടേക്കുവാന്നാ പറഞ്ഞു. അതെന്താ ഏട്ടാ അങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്? കുറച്ച് കാറ്റ് കയറാൻ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഫാനിൻ്റെ കുട്ടി വന്നിരിക്കുന്നത്. ഞാൻ പോവാം, മൂഡ് പോയി. ആ ചേട്ടനെ അടക്കം നോക്കി. ചേട്ടൻ ഈ പോഡ്കാസ്റ്റ് റൂമിൽ എ സി ഇട്ടിരിക്കണോ? അല്ലാതെ തന്നെ പോഡ്ഫിക്സിൽ കറണ്ട് ബില്ല് കൊള്ളാൻ പറഞ്ഞ ചോദിച്ചേട്ടൻ കൃഷിയെന്ന് തെറിയ. ആർക്കെന്നെ മനസ്സിലായില്ലേലും പാവ ഷെല്ലിച്ചേട്ടൻ എന്നെ മനസ്സിലായി. നീ പോയി കുറച്ച് തണുത്തിട്ട് വാടാന്ന് പറഞ്ഞ് കയറ്റി വിട്ടാ. ചേട്ടൻ ഈ പൈങ്കിളി പരിപാടിയൊക്കെ നിർത്തി കുറച്ച് സ്റ്റാൻഡേർഡാണ്. എന്ത് സ്റ്റാൻഡേർഡ്? ചേട്ടൻ എന്തോ തുറന്നിട്ട കഥയൊക്കെ പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ തൊലി ഉരിഞ്ഞു കേട്ടോ. പിന്നെ നീ എന്തിനാ ഞങ്ങൾ 2 ഇണക്കുരുവികൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു നോക്കുന്നത്? അതൊക്കെ വലിയ സ്റ്റാൻഡേർഡാണല്ലോ. ആ അതുകൊണ്ട് ചേട്ടൻ്റെ പൈങ്കിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ദൈവമേ, പണ്ടിരുന്ന കൊച്ചിൻ്റെ അടുത്ത് എന്തൊക്കെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണം അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? വാ പറയാം. ആ, ഇത് ഞാനൊരു കലക്ക്